ഹായ് ഗൈസ്, കുറച്ചധികം കാലമായിട്ട് എൻ്റെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിദേശ പഠനം, സ്റ്റഡി അബ്രോഡ്, ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് പോയിന്റ്സ്. സോ ലൈക്ക് എൻ്റെ ഒരു ഡിഗ്രിയിൽ മാർക്ക് വെച്ചിട്ട് എനിക്ക് എവിടെ വരെ പോകാൻ വേണ്ടി പറ്റും, ഏത് കൺട്രി വരെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ലിമിറ്റഡ് ആണ് ഫോർ ലൈക്ക് എൻ്റെ ഒരു റിസോഴ്സ് വെച്ചിട്ട് ആലോചിക്കുമ്പോൾ. സോ ഏതൊരു കോഴ്സ് എടുത്ത് പഠിക്കണം, സോ ആസ് എൻ്റെ മാർക്കിന് ഏത് കൺട്രി ആയിരിക്കും ബെസ്റ്റ്, ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കും ബെസ്റ്റ്, പിന്നെ മോർ ഓവർ ലൈക്ക് ഞാൻ എന്ത് ടൈപ്പ് ഓഫ് പാർട്ട് ടൈം ജോബ്സ് എനിക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ സ്റ്റേ ബാക്സ് ഉണ്ടായിരിക്കും, എത്ര സ്കോളർഷിപ്പ് കിട്ടും, ഫീസ് എത്രയായിരിക്കും, അങ്ങനെ കുറേ അധികം കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ടൈമിലായിരിക്കും ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുടെ അടുത്തായിരിക്കും എപ്പോൾ പോയിട്ടായാലും എന്ത് ഡൗട്ട്സ് ആയാലും ക്ലിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു എക്സ്പേർട്ടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വിത്ത് us we have ജെറി ജേക്കബ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ജെറീസ് എഡ്യൂക്കേർ. സോ സാർ, ലെറ്റ്സ് ബിഗിൻ റൈറ്റ്. കുറച്ച് കാലം നമ്മൾ കണ്ടിട്ട് കുറച്ചധികം കാലം നമ്മൾ കണ്ടിട്ട് ആക്ച്വലി. ഓക്കെ, സോ ഞാൻ ലൈക്ക് ഓവർസീസ് എഡ്യൂക്കേഷനെ പറ്റി ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഒരു സ്പോട്ട് എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ അയർലൻഡ് പോയി പഠിച്ചാൽ നല്ലതാണ്, അയർലൻഡിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. ശരിക്കും അയർലൻഡ് ഓവർ ഹൈപ്പഡ് ആണോ അതോ അയർലൻഡ് ആണോ നെക്സ്റ്റ് ഹോട്ട്സ്പോട്ട്? എന്താണ് സാറിന് തോന്നുന്നത്? യെസ് മോണിക്ക, അയർലൻഡ് എന്ന് പറഞ്ഞ കൺട്രി ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അയർലൻഡിൽ ഏറ്റവും കൂടുതൽ പറയാൻ റീസൺ എന്ന് പറയുന്നത് അതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഓക്കെ, നമുക്കറിയാം ലോകത്ത് എവിടെ പോയാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടില്ല നമുക്കൊരു പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ അല്ല നമുക്ക് പറഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം, ഒന്ന് ഫ്രീ ആയിട്ട് മിണ്ടാൻ പറ്റുന്ന ഒരു ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കാര്യം അയർലൻഡിലെ ലോക്കൽ ഭാഷ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഐറിഷ് ആണെങ്കിലും അവിടുത്തെ ലോക്കൽസ്, അവിടുത്തെ റെസിഡൻസും അതുപോലെ ഇമിഗ്രൻസും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. കംഫർട്ടബിൾ ആണ് അയർലൻഡ്. അപ്പോൾ അതുപോലെ തന്നെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് പോയാലും നമുക്ക് ഭാഷയുടെ പ്രശ്നമല്ല. അപ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൊണ്ട് മുന്നോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ അയർലൻഡ് ചൂസ് ചെയ്യുന്ന ഒരു റീസൺ. ഇത് മാത്രമല്ല കേട്ടോ, ലോകത്തിലെ തന്നെ ഏറ്റവും റെനൗണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, നല്ല വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രിയാണ് അയർലൻഡ്. നമുക്ക് കേട്ടിട്ടുണ്ടാവും ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ, കേട്ടിട്ടുണ്ട്? യെസ്, ലോകത്തിലെ ഏറ്റവും ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് ട്രിനിറ്റി, TCD എന്ന് പറയുന്നത്. അവിടെ പഠിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വളരെ കുറച്ച് പേര് കിട്ടുന്നുള്ളൂ. എങ്കിലും അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസും ഒത്തിരി കോളേജസും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IOTs എന്ന് പറയും, ഇതുള്ള ഒരു കൺട്രിയാണ് അയർലൻഡ്. ഇനി ഇതിനെല്ലാം പുറമെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ അയർലൻഡിൽ PG പഠിക്കാൻ പോകുമ്പോൾ, മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുമ്പോൾ വെറും 1 ഇയർ കൊണ്ട് നമുക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ പഠിക്കുമ്പോൾ ജനറലി 2 ഇയർ ആണ് മാസ്റ്റേഴ്സ്. അതെ, എഡ്യൂക്കേഷൻ റൂൾസ് ഒക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ 2 ഇയർ കൊണ്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. 1 ഇയർ കൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമുക്ക് ഒരു മാസ്റ്റേഴ്സ് PG എടുക്കാം. അത് റെനൗണ്ട് ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്നും അത് എവിടെ പോയാലും ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വാലിഡ് ആണ്. നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഇന്ന യൂണിവേഴ്സിറ്റി പഠിച്ചു 1 ഇയർ പഠിച്ചു. അതെ അതെ അതെ, അത് ആ കൺട്രിയുടെ ഒരു റൂളാണ്. അപ്പോൾ അതുകൊണ്ട് 1 ഇയർ കൊണ്ട് മാസ്റ്റേഴ്സ് പഠിക്കാം. ആൻഡ് മോർ ഓവർ നമുക്ക് 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായി? ചില നമുക്ക് വർക്ക് വിസയിലേക്ക് മാറാനുള്ള ഒരു സമയമാണത്. ഇനിയിപ്പോൾ UG പഠിക്കാൻ പോണ കുട്ടികളാണെങ്കിൽ നമുക്ക് 12th കഴിഞ്ഞിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു 3 to 4 ഇയേഴ്സ് ആണ് അവിടെ UG വരുന്നത്. ആൻഡ് ദേ വിൽ ബി ഹാവിംഗ് 1 ഇയർ സ്റ്റേ ബാക്ക്. 1 ഇയർ സ്റ്റേ ബാക്ക് ആണുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് മെയിൻ ആയിട്ട് അയർലൻഡിൽ വരുന്നത്. പിന്നെ ഇതിന് പുറമെ ഞാൻ പറഞ്ഞില്ല, വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പകുതി മുക്കാൽ റിലീഫ് ഇംഗ്ലീഷ് ആണല്ലോ. പിന്നെ എൻ്റെ മെയിൻലി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വരുന്ന ഒരു കൺസേൺ, ഞാൻ IELTS പഠിക്കാൻ പോയപ്പോഴായാലും എൻ്റെ മെയിൻ കൺസേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് കൺട്രിയിലേക്ക് നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് സംസാരിക്കേണ്ട ലാംഗ്വേജിന്റെ ഇഷ്യൂ അത് വന്നായിരുന്നു. പിന്നത്തെ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആരെ അറിയിക്കും, എന്ത് വല്ലതും പറ്റുമോ. പേരൻസിന് മെയിൻലി കാണുന്ന ഒരു കൺസേൺ അത് തന്നെയാണ്. ഈ പുറത്ത് നാട്ടിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നതാണ്. സോ അതിനിപ്പോ അയർലൻഡ്, ഞാൻ കുറച്ചാൾ മുമ്പ് അയർലൻഡ് പോയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയത്, ഇപ്പോൾ മനസ്സിലാക്കിയത് രാത്രി 12 മണി 1 മണി സമയത്തൊക്കെ പെൺകുട്ടികളായാലും ആൺകുട്ടികൾ പുറത്തേക്ക് പോകണമെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പേടിച്ചിരിക്കേണ്ട സാഹചര്യമല്ല. അപ്പോൾ തന്നെ ബസ് കയറി പോകാനോ ട്രാം കയറി പോകാനോ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല രാത്രി ഈ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫസ്റ്റ് കൺട്രിയാണ്. ഒത്തിരി അവാർഡ്സ് അയർലൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അയർലൻഡിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 52 ലക്ഷം ആൾക്കാർ മാത്രമാണ് അയർലൻഡിലുള്ളത്. ഒരു ചെറിയ കൺട്രിയാണ് അയർലൻഡ്. നമുക്കറിയാം ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ 47 ടൈംസ് ചെറുതാണ് അയർലൻഡ്. നമുക്കൊരു വേണമെങ്കിൽ ഒരു 4 to 5 മണിക്കൂർ കൊണ്ട് ഹോൾ കൺട്രി നമുക്ക് ചുറ്റി വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൺസേൺ ഓവർ പോപ്പുലേറ്റഡ് ആവുമോ, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. കാരണം ഐറിഷ് ഗവൺമെന്റ് വളരെ സ്ക്രൂട്ടിനി ചെയ്ത് മാത്രമാണ് വിസ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അയർലൻഡിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. കാറ്റഗറീസ് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത് വിസ. അതൊരു പിന്നെ അയർലൻഡിനെ കുറിച്ച് പറയുമ്പോൾ
അയർലൻഡ് എന്ന് പറയുന്നത് IT ആൻഡ് ഫാർമയുടെ ഹബ്ബാണ്. കേട്ടിട്ടുണ്ടോ? സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നതാണ് അയർലൻഡ്. അപ്പോൾ ഒത്തിരി IT കമ്പനീസ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഇൻഡസ്ട്രി ഫാർമ, ഒത്തിരി കമ്പനീസ്. ഇപ്പം നമുക്ക് കേട്ടിട്ടുണ്ടോ? ജോൺസൺ, ഫൈസർ. ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ നമുക്ക് ഒരുപാട് വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഫൈസർ പോലത്തെ കമ്പനീസ്, പിന്നെ ലില്ലി ഫാമ, ഇങ്ങനത്തെ കമ്പനീസൊക്കെ ഉള്ളത് അയർലൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒക്കെ ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് എടുക്കാവുന്ന, ഹയർ സ്റ്റഡീസിന് എടുക്കാവുന്ന ഒരു കൺട്രിയാണ് അയർലൻഡ്. അവർക്ക് മാത്രമല്ല ഈ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഒക്കെ പോലത്തെ അങ്ങനത്തെ സെക്ടേഴ്സ്. ഇപ്പൊ IT ഫാർമ എന്ന് പറയുമ്പോൾ അയർലൻഡിലെ അക്കൗണ്ടിങ് വേറെ കൺട്രി അങ്ങനെയൊന്നുമില്ല. ഇല്ല എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ചില യൂണിവേഴ്സിറ്റിയും കോളേജസും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളിൽ ACCAയുടെ 9 പേപ്പർ എക്സംഷൻ വരെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു മിക്സ് ടൈപ്പ് ഓഫ് ഒരു കൺട്രിയാണ്. ആർക്കും പോകാം. പിന്നെ പാർട്ട് ടൈം കാര്യങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ റെഡി ആയിരിക്കണം പാർട്ട് ടൈം ചെയ്യാനായിട്ട്. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു വേഴ്സ് ക്ലൈമറ്റിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ചില രാജ്യങ്ങളൊക്കെ എക്സ്ട്രീം ക്ലൈമറ്റ്, ഇത് അങ്ങനെ ഒരു ക്ലൈമറ്റ് അല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അവിടെ ആദ്യമായിട്ട് -5 പോയിട്ടുള്ള തണുപ്പ് പോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു ഗ്ലോബൽ വാർമിംഗ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ക്ലൈമറ്റ് മാറി വരുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഇത്രയും ഒരു ഡെഫിനറ്റ്ലി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യം. അപ്പോൾ ക്ലൈമറ്റ് കൊണ്ടായാലും നമ്മുടെ കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൊണ്ട് നോക്കുമ്പോൾ പാരൻസിൻ്റെ കൺസേൺ ഒക്കെ മാറി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു രാജ്യത്തൊക്കെ പോകുന്നത്. അപ്പോൾ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രിയാണ്. അതുപോലെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി രാജ്യമാണ് അയർലൻഡ്. സോ ഐ ആം സർക്ലിംഗ് ബാക്ക് ടു വൺ പോയിന്റ്. വർക്ക് വിസയുടെ ഒരു കേസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സ്റ്റഡി വിസയുടെയും വർക്ക് വിസയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് വിസ കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, സ്റ്റഡി വിസ എന്ന് പറയുന്നത് സ്റ്റഡി പഠിക്കാൻ വേണ്ടി. ഇതല്ലാതെ വേറെ എന്താണ് ഇതിൽ മെയിൻലി ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരുന്നത്? എന്തായിരിക്കും? ഇപ്പോൾ അത് ഓൾറെഡി മോണിക്ക പറഞ്ഞു. വർക്ക് വിസ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് അവിടെ ഒരു എംപ്ലോയർ ഉണ്ടായിരിക്കണം. ആ എംപ്ലോയർ നമുക്കൊരു സ്പോൺസർഷിപ്പ് തരുന്ന ഒരു സംഭവമാണ് വർക്ക് വിസ. വർക്ക് പെർമിറ്റ് നമ്മളെ ആ വിസയിൽ കൊണ്ടുപോകുന്നതാണ് വർക്ക് വിസ. സ്റ്റഡി വിസ എന്ന് പറയുന്നത് നമ്മൾ നേരെ ഒരു യൂണിവേഴ്സിറ്റിയോ കോളേജോ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഹയർ സ്റ്റഡീസിന് ചൂസ് ചെയ്ത് നമ്മളുടെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന അവസ്ഥ. ചില കേസിൽ നമുക്ക് സ്കോളർഷിപ്പ്സ് കിട്ടുന്നുണ്ട്. എന്നാലും സ്കോളർഷിപ്പ് കൊടുത്തോ അല്ലാതെ നമുക്ക് പഠിക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് സ്റ്റഡി വിസ എന്ന് പറയുന്നത്. ജനറലി പല കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്, സാർ നിങ്ങൾ വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി വർക്ക് വിസ ചെയ്യുന്നത് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയാണ് ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു സേഫസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന വഴി, ഇപ്പോൾ പുറത്തേക്ക് പോകാൻ വഴി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്. കാരണം നമുക്കറിയാം പല കേസുകളിലും പല തട്ടിപ്പുകളും വർക്ക് വിസയുടെ പേരിൽ നടക്കുന്നത്. നമുക്കറിയില്ല ഈ എംപ്ലോയർ ജെനുവിൻ ആണോ. പല കേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി സ്കാംസ്, ഒരു ഫ്രോഡായിട്ടുള്ള കുറേ ആളുകളെ കുറിച്ച് ഡെയിലി പത്രങ്ങളിലും അതുപോലെ വാർത്തയിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പോകാനായിട്ട്, സേഫായിട്ട് പോകാനായിട്ട് പറ്റുന്ന ഒന്നാണ് സ്റ്റുഡൻറ്റ് വിസ. കാരണം നമ്മൾ ഒരു പൈസയും നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മൾ നേരിട്ട് മേടിക്കുന്നില്ല. എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്ക് അവരുടെ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്കാണ് പാരൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സേഫാണ്. ഇനി സപ്പോസ് നമുക്ക് വിസ കിട്ടിയില്ല എന്ന് വിചാരിക്കാം. നമുക്ക് വിസ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം മാത്രമല്ല, വിസ ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സ്ക്രൂട്ടിനി പറയാൻ പറ്റില്ല. അത് സ്റ്റഡി അബ്രോഡിന്റെ മാത്രം ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല. മേ ബി വിസ ഓഫീസർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി അബ്രോഡ് പോയി നിങ്ങൾക്ക് എന്തായാലും വിസ കിട്ടും, ഇവരുടെ അടുത്ത് പോയി കിട്ടില്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം അങ്ങനെയില്ല. മിത്താണ്. കാരണം വിസ എന്ന് പറയുന്നത് സ്റ്റഡി അബ്രോഡിന് ഒരു റോൾ ഉണ്ടായിരുന്നുള്ളൂ. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, കറക്റ്റായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് വളരെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റീസ്, നല്ല യൂണിവേഴ്സിറ്റിയിൽ കുട്ടി അഡ്മിഷൻ എടുത്ത് കൊടുത്ത് വിസ കാര്യങ്ങളൊക്കെ വർക്ക് വിസ പേപ്പർ വർക്ക്സ് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുക. അത് ചെയ്ത് കൊടുത്ത് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് ബാക്കി തീരുമാനം എന്ന് പറയുന്നത് ഒരു വിസ ഓഫീസറിൻ്റെയാണ്. യെസ്. അപ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ അക്കാഡമിക്സ് പരമായ കാര്യങ്ങൾ, നമ്മുടെ ഫിനാൻസ് പരമായ കാര്യങ്ങൾ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് കിട്ടുന്ന SOP SOP ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ പല കാരണം കൊണ്ട് വിസ റിജക്റ്റ് ആവാം. അപ്പോൾ ഇങ്ങനെ കേസിൽ സപ്പോസ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസ പോകുന്ന കുട്ടിക്ക് ഒരു വിസ റിജക്റ്റ് ആയാൽ തന്നെ അവർക്ക് ഒന്നും പേടിക്കേണ്ട. അവരുടെ പൈസ എങ്ങും പോകില്ല. ഫുൾ പൈസ റീഫണ്ട് കിട്ടും. അതിൽ മേ ബി ആ ഒരു ട്രാൻസാക്ഷനിൽ വന്ന ഒരു വേരിയേഷൻസ്, ഇപ്പോൾ യൂറോ റേറ്റിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ പൗണ്ട് റേറ്റിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഉള്ള ഒരു ചെറിയ വേരിയേഷൻ, അതെ ഡിപ്പെൻസ് വേരി ചെയ്യുന്ന ഒരു അതുകൊണ്ടും പിന്നെ ചെറിയൊരു നോമിനൽ എമൗണ്ട് അവർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തുകൊണ്ട് ബാക്കി ഫുൾ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ പറഞ്ഞ സ്റ്റിപ്പുലർ ടൈം ഉണ്ട്. മേ ബി ചില യൂണിവേഴ്സിറ്റീസ് പറയുന്നത് 45 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 90 വർക്കിംഗ് ഡേയ്സ് ഉണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ഡിപ്പെൻസ്. ചില യൂണിവേഴ്സിറ്റികൾ 30-45 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് പറയുന്നു, ചില 90 വർക്കിംഗ് ഡേയ്സ്. അത് വിട്ട് പോകണേ കണ്ടിട്ടില്ല. പൊതുവെ നമുക്ക് തന്നെ റിജക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് പറയില്ല. പക്ഷെ നമ്മുടെ അറിവനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ ഓഫർ ലെറ്ററിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എത്ര നാൾക്കുള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ റീഫണ്ട് കിട്ടും, എങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് വിസ ആൻഡ് സ്റ്റുഡൻറ്റ് വിസയാണ്. അപ്പോൾ
കുട്ടികൾക്ക് ഏറ്റവും സേഫായിട്ട് പോകാനായിട്ട് നോക്കുന്നതാണ് ഞാൻ പറയുമെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയാണ്. വെറുതെ നമ്മൾ മറ്റുള്ളവർക്ക് കാശ് കൊടുത്ത് നമ്മൾ വെറുതെ കാത്തിരുന്ന് ഞാൻ പൈസ തട്ടിച്ചും പെട്ടിച്ചു എന്ന് പറഞ്ഞ് വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിലും ഭേദമാണ് ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോവുക, ആ കൺട്രിയുടെ റൂൾ അനുസരിച്ച് 1 or 2 years സ്റ്റേ ബാക്ക് കിട്ടും, ആ സമയത്ത് ഒരു വർക്കിലേക്ക് കൺവേർട്ട് ആവുക. ഓക്കെ, ഈ സ്റ്റുഡന്റ് വർക്ക് വിസയുടെ കേസ് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് ജോലി നോക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പഠിച്ചിട്ട് പിന്നെ അവിടെ തന്നെ പ്ലേസ്ഡ് ആണെന്നാണ് നല്ലത് എന്ന് പറയുന്നത്. ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, ലൈക് ബെറ്റർ ഏതായിരിക്കും? ഇപ്പൊ ഈ BSc നഴ്സിംഗിന്റെ കേസൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നഴ്സിംഗ് പഠിച്ച കുറെ പിള്ളേരുണ്ടായിരിക്കും അല്ലേ, സോ അവരെന്തായാലും പുറത്തേക്ക് നോക്കുന്നതായിരിക്കും. ഒബ്വിയസ്ലി നഴ്സിംഗ് പറഞ്ഞാൽ യു കെ മൂടാണ്. സോ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ പഠിച്ചിട്ട് അവിടെ ജോലിക്ക് പോകുന്നതായിരുന്നോ, ലൈക്ക് ഇത്രയും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഏതാണ്? അവിടെ പോയിട്ട് അവിടെ പഠിച്ചിട്ട് അവിടെ ജോലിക്ക് കയറുന്നതാണോ, ഇവിടെ നിന്ന് പഠിച്ചിട്ട് അവിടേക്ക് ജോലിക്ക് പോകുന്നതാണോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അവിടെ പോയി പഠിക്കുന്നതാണ് ഇരുന്നത്. കാരണം നമ്മളൊരു പുറത്തൊരു രാജ്യത്ത് പോയിട്ട് പഠിക്കുമ്പോൾ അവിടുത്തെ കൾച്ചർ, അതുപോലെ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മൾ അവിടെ പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, അതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ച പോലെ ആയിരിക്കില്ല അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ പോയി പഠിച്ചുകൊണ്ട് അവിടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ എടുത്തുകൊണ്ട് ആ കിട്ടുന്ന നമ്മുടെ സ്റ്റേ ബാക്ക് ടൈമിൽ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നാട്ടിൽ നിന്നും ഒരു എന്നാലും ബേസിക് എഡ്യൂക്കേഷൻ എടുക്കുക, either 12th അല്ലെങ്കിൽ അതുപോലെ ഡിഗ്രി അധികം കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി പഠിച്ച് ജോലി കണ്ടെത്തുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നാട്ടിൽ ഇപ്പോൾ പഠിച്ച് നമ്മൾ നിന്ന് ഒരു വർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്കാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഈസി അല്ല വർക്ക് വിസ കിട്ടുക എന്നുള്ളത്. ഇനി കിട്ടിയാൽ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അപ്പോൾ സമയം എടുക്കും, വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഇൻടേക്സ് ഉണ്ട്, പല കൺട്രികളിൽ പല ഇൻടേക്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ UK എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ആണ്. ഇത് സെപ്റ്റംബറാണ് മെയിൻ ഇൻടേക്ക് വരുന്നത്. സെപ്റ്റംബർ ഉണ്ട്, ജാൻ ഉണ്ട്, മെയ് ഉണ്ട്, അങ്ങനെ പല ഇൻടേക്സ് അവൈലബിൾ ആണ്. യെസ്, നമുക്ക് 2-3 ഇൻടേക്സ് പല കൺട്രിയിൽ, ഇപ്പോൾ എല്ലാ കൺട്രിയിലും ഉണ്ട്, 2 ഇൻടേക്ക് മെയിനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും, വേറെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. ആൻഡ് മോർ ഓവർ ഞാൻ പറയുന്നത് ചില യൂണിവേഴ്സിറ്റികളിൽ പ്ലേസ്മെന്റ് കോഴ്സസ് ഉണ്ട്. അതായത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടും. പ്ലേസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു ജോലി യൂണിവേഴ്സിറ്റി മേടിച്ചൊരു വിശ്വസിക്കരുത്, മനസ്സിലായോ? അതായത് നമുക്കൊരു പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും റെനൗണ്ട് ആയിട്ടുള്ള നല്ലൊരു കമ്പനിയിലേക്ക് അവർ ഇന്റേൺഷിപ്പിന് നമ്മളെ അയക്കും, യൂണിവേഴ്സിറ്റിയുടെ പെർമിഷനോട് കൂടി അവർ നമ്മളെ അയക്കുന്നുണ്ട്. അവിടെ ചെന്ന് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് ചില കേസുകൾ ചില കുട്ടികൾ ആ കമ്പനിനെ അബ്സോർബ് ചെയ്യുന്ന കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈസി അടിച്ചു. പിന്നെ മാത്രമല്ല യെസ്, അതാണ് വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കുട്ടികൾക്ക് പലർക്കും എന്തായാലും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പോകുമ്പോൾ ഇങ്ങനത്തെ കോഴ്സ് എടുക്കുന്നത് ബലം തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു കമ്പനിയിൽ കയറി നടക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ പുറത്തെ രാജ്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡീഡ് പോലത്തുള്ള പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ ലിങ്ക്ഡിൻ വഴി നമുക്ക് പോലെ അവിടെ ആ രാജ്യങ്ങൾക്ക് അവരുടേതായ ഒരുപാട് ജോലി സാധ്യതകൾ വരുന്ന വെബ്സൈറ്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് അങ്ങനെയാണ് അവിടെ ജോലികൾക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ആ നാട്ടിലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു നമ്മുടെ അടുത്ത ഒരു ഇൻഡസ്ട്രിയൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ, അതെ, ഇന്റേൺഷിപ്പിന് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ജോലി. ഇൻ കേസ് അവിടെ കിട്ടിയില്ലെങ്കിൽ കൂടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഓക്കെ ആളിങ്ങനെ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പുറത്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളതാണ്, ആ ഒരു എക്സ്പോഷർ വലിയ എക്സ്പോഷർ എന്തായാലും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് ഒന്നുകൂടി ഒന്ന് എക്സെയിൽ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. ചാൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളൊരു പുറം രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ നമുക്കൊരു ലോകത്ത് 195 കൺട്രീസ് ഉണ്ട്. ഈ കൺട്രികളിൽ നിന്ന് എങ്ങനെ വന്നാലും 100 രാജ്യത്തു നിന്നുള്ള കുട്ടികളായിരിക്കും എല്ലാ രാജ്യത്തും പഠിക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ എടുത്ത് തന്നെ ഇന്ത്യയിൽ എത്ര പേര് വന്ന് പഠിക്കുന്നില്ല. പുറം രാജ്യം UK, അയർലൻഡ്, കേരളത്തിലുണ്ട്, അതെ, പല യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുന്നത്. പക്ഷെ എന്നാൽ ഇത്രയും ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടില്ല. ഈ മൾട്ടി കൾച്ചറൽ എക്സ്പോഷർ എന്ന് പറയും. നമുക്ക് പല ആളുകളെ കണ്ട് സംസാരിക്കുമ്പോൾ, പല ഭാഷയുള്ള ആളെ കാണുമ്പോൾ അവരുടെ കൾച്ചർ സ്റ്റുഡൻസ്. അപ്പൊ അതുകൊണ്ട് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു സംഭവം തന്നെയാണ് കുട്ടികൾക്ക്. പുറത്ത് പോയി പഠിക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ജോലിയേക്കാളും നല്ലത് പഠിച്ചുകൊണ്ട് ഒരു ജോലിയിലേക്ക് മാറുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ പുറത്തത്തെ നാട്ടിൽ ഇപ്പൊ ജോലി ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിപ്പോ പറഞ്ഞു. സോ നമ്മുടെ നാട്ടില് ഒരു ടോക്സിക് വർക്ക് നേച്ചർ ഉള്ളത് കാരണമാണോ, അതോ ഇനി പുറത്തത്തെ നാട്ടിൽ പോയി പണിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നാട്ടിലേക്ക് എടാ അവൻ ലീവിന് വരുന്നുണ്ട്, നാട്ടിൽ വലിയ സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടായിരിക്കും മേ ബി ആൾക്കാർ പുറത്തു പോയി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും? നമ്മുടെ ഒരു വർക്ക് സ്പേസിലേക്ക് അത്രയും ടോക്സിസിറ്റി കൊണ്ടുവന്ന കാരണമായിരിക്കും. പക്ഷെ എനിക്ക് ഞാൻ പേഴ്സണലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്
നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന സംഭവമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിരിക്കും. സോ ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം മെയിൻലി ഇല്ലല്ലോ. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഒരു വർക്ക് നേച്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശരിയല്ല, പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണെന്നുള്ളത്. എന്താണ് സാറിന്റെ ഒപ്പീനിയൻ ഇതിനെ പറ്റിയിട്ട്? ഓക്കെ, അത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആധികാരിക പറയാനല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ടോക്സിക് വർക്ക് കൾച്ചർ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത് എന്തായിരിക്കും? കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് എവിടെ പഠിച്ചതെന്ന് നോക്കൂ, മാർക്ക് കാര്യങ്ങളൊക്കെ, എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കൂ, അഡീഷണലി ആൾ എന്തൊക്കെ ചെയ്യാൻ നോക്കും. ഞാൻ പേഴ്സണലി ഫെൽറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ മോണിക്ക് നല്ല സ്കില്ലുള്ള ആളായിരിക്കും, പക്ഷെ ഒരു പ്രൈമറി ഇവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്. പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസിന് അതാണ് കൗണ്ട് ചെയ്യണേ. അപ്പൊ ഇത് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി എല്ലാ കൺട്രിയിലും കൗണ്ട് ചെയ്യും. പക്ഷെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഹയറിംഗ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല സ്ഥലം, പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അല്ല, കാരണം ആളുകൾ പുറമേയൊക്കെ പോയി കേട്ടും കണ്ട് മനസ്സിലാക്കി വരുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്ന ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഓക്കെ, ആൾ ഇന്ന കോളേജിൽ പഠിച്ചു, ഇത്ര മാർക്ക് ഉണ്ട്, സോ ആൾ എന്തായാലും ബെറ്റർ ആയിട്ട് എന്റെ കമ്പനിയിൽ പെർഫോം ചെയ്യുന്നുള്ള ആ ഒരു ടോക്സിസിറ്റി ആയിരിക്കും മെയിൻലി ആൾക്കാർക്ക്. അതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്നതായിരിക്കും, പക്ഷെ നമ്മുടെ ജോലിയുടെ സമയം മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്ത് 10 മണിക്കൂർ പണി തീരില്ല. ഇനി പണി തീർന്ന് നമ്മൾ വീട്ടിലെത്തിയാലും അതിലൊരു ഓഫ് എടുത്തു നമ്മൾ, പക്ഷേ ഓഫീസിൽ ഒരു മെയിൽ വന്നാലോ അല്ലെങ്കിൽ നമുക്കൊരു കോൾ വന്നാലോ അറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. അത് വെച്ച് നോക്കുമ്പോഴാണ് പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഒരു വളരെ വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പോൾ അവർക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കെങ്കിൽ ആ 5 ദിവസം മാത്രം വർക്ക് ചെയ്യുള്ളൂ. ആ ബാക്കി വരുന്ന സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുക. ആ സമയത്ത് ഒരു സ്ഥലത്തു നിന്നും എന്ത് കോള് വന്നാലും ആകാശം ഇടിഞ്ഞു വിടുന്നാലും അവർ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് കമ്പനി അവർക്ക് അത്രയും കൊടുത്തു. അപ്പോൾ വളരെ നല്ല വർക്ക് ലൈഫ് ബാലൻസാണ്. ഞാൻ റീസെൻ്റ്ലി വിസിറ്റ് കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ്. കാരണം വളരെ ഫ്രീ ആണ് അവർ. നമ്മുടെ നാട്ടിലെ പോലെ ഓവർ സ്ട്രെസ്ഡ് അല്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്ട്രെസ്ഡ് ആണ് വർക്കിൽ. ഇപ്പോൾ നമ്മളും വർക്ക് അതെ ഓവർ ടൈം ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഓവർ ടൈം ചെയ്താലും അതിനൊരു അപ്രീസിയേഷനോ റെക്കഗ്നീഷനോ ഇല്ല. അത് വേറൊരു ഫാക്റ്റാണ്. നിന്റെ പണിയാണത്, നീ ചെയ്ത് തീർക്കണം, നീ എത്ര പണിയെടുത്ത് സമയം എടുത്താലും നീ ചെയ്തിരിക്കണം എന്ന് തോന്നൽ ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും എംപ്ലോയീസ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ റെക്കഗ്നീഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല. അപ്പോൾ അതെല്ലാം പുറത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളീസ് തന്നെ നമുക്കറിയാം പുറത്ത് പോയിട്ട് ഓവർ ടൈം എടുക്കുന്നുണ്ട്. കാരണം എന്താ, പേ എന്ന് പറയുന്നത് കൂടുതലാണ്. ഓവർ ടൈമിന് ഇരട്ടി പേ കിട്ടുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റെക്കഗ്നീഷനാണ് അവർക്ക് അൾട്ടിമേറ്റ്ലി എല്ലാവരും നോക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ടാണ്. അപ്പോൾ അതൊരു നോക്കുമ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള സംഭവമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ സീനിയോറിറ്റി ബേസിൽ ഇപ്പോൾ പല ആൾക്കാർക്കും സീനിയർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കായിരിക്കും കൂടുതൽ ഹൈക്ക് കൊടുക്കുന്നത്. പക്ഷെ അവരെക്കാളും സ്കില്ലുള്ള നല്ല ജൂനിയേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർക്ക് ജൂനിയേഴ്സിനെ ടോർച്ചർ ചെയ്യുമ്പോൾ ഇല്ല, അതൊക്കെ എല്ലായിടത്തും. അപ്പം ഞാനത് കുറ്റപ്പെടുത്തുന്നോ ഹരാസ് ചെയ്യുന്നൊന്നുമല്ല, ജനറലായിട്ട് കാണുന്ന കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ പല എംപ്ലോയേഴ്സും പുറത്തൊക്കെ പോയി കാര്യങ്ങളെ കണ്ടും കേട്ടും മനസ്സിലാക്കി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കണം എന്നൊക്കെ വരുന്നത്. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനും അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുള്ള പല കാര്യങ്ങളൊക്കെ. സോ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പുറത്തുപോയി പഠിക്കാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പറയാണ് ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് പുറത്തുപോയി പഠിക്കണം, അപ്പൊ വീട്ടുകാർ പറയുന്ന ഒരു പോയിന്റ് ആണ് BSc നഴ്സിംഗ് എടുത്ത് പഠിച്ചോ, BSc നഴ്സിംഗ് എടുത്ത് പഠിച്ചോ. ഇത് പഠിച്ചാൽ മാത്രം നീ പുറത്തുപോയി രക്ഷപ്പെടുള്ളൂ എന്നുള്ള ഒരു മൂഡാണ് എല്ലാവർക്കും. സോ ഇതല്ലാതെ വേറെ ഏതൊക്കെ കോഴ്സുകളായിരിക്കും നമുക്ക് പുറത്തുപോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ എപ്പോഴും ഒരു ഡിവൈൻ പ്രൊഫഷനാണ്. എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഹൈ പെയ്ഡ് പ്രൊഫഷൻ കൂടിയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സർവീസാണ്. കുറച്ച് നല്ലൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ ശരി, അതല്ല, സയൻസ് ആണ് ഏറ്റവും നമുക്ക് തലക്കിരുന്ന് പെരുക്കുന്നത്. സോ അതല്ലാതെ എനിക്ക് പുറത്തുപോയി പഠിക്കണമെങ്കിൽ ഏത് കോഴ്സുകൾ? നഴ്സിംഗ് മാത്രമല്ല, ഈ ലോകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പറയുമെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇന്ന രാജ്യത്ത് പോകണമെന്നല്ല, നമുക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ട്. ഇപ്പോൾ മോണിക്കയ്ക്ക് തോന്നുകയാണ് എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ചുകൂടി എനിക്ക് എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ ആണ് എൻ്റെ ഏരിയ, അല്ലെങ്കിൽ റോബോട്ടിക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡിലേക്ക് ചൂസ് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ പുറത്തുണ്ട്. ഇനി അക്കൗണ്ടിങ്, ഫിനാൻസ്, ഇപ്പോൾ നമുക്കൊരു BCom കഴിഞ്ഞ ഒരാളാണ്, ആൾ വന്നത് നഴ്സിംഗിന് പോകാൻ പറ്റില്ല, ഹയർ സ്റ്റഡീസ് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത ഒരാളാണ്. പക്ഷേ ചില കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK കുട്ടികൾക്ക് വേണമെങ്കിൽ, ഇപ്പോൾ +2 അവർ കോമേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ അവർ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നഴ്സിംഗിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും UK പ്രൊവൈഡ് ചെയ്യുന്നു, ചില യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഹൈ പെയ്ഡ് പ്രൊഫഷൻ തന്നെയാണ്, കരിയർ സെറ്റ് ആക്കാം, ഒക്കെ ശരിയാണ്. പാരൻസ് പറഞ്ഞ കാര്യമുണ്ട്, കാരണം നഴ്സുമാർക്ക് എവിടെ പോയാലും ജോലി കിട്ടുമെന്നൊരു കാര്യം എന്താ, അത് മിത്തെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതൊരിക്കലും മിത്തല്ല, അത് റിയൽ ഫാക്റ്റാണ്, എപ്പോഴും ഉണ്ട്. പക്ഷേ കുറച്ച് കൺസ്ട്രെയിൻസ് എല്ലാവരെ പോലെ തന്നെ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഇന്ന കോഴ്സ് ഒരു ബെസ്റ്റ് കോഴ്സ് എനിക്ക് പറയാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എല്ലാ കോഴ്സും ഞാൻ പറ്റില്ല. ബേസിക്കലി നമ്മുടെ സ്കില്ല്, എനിക്ക് എന്താണോ അറിയുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്താണോ ടേസ്റ്റ്, അത് മനസ്സിലാക്കി ആ കോഴ്സിന്, ഇപ്പോൾ ഫാഷൻ, ഓക്കെ, മോഡലിംഗ് പോലത്തെ കോഴ്സുകളുണ്ട്, ഫാഷൻ ടെക്നോളജി പോലത്തെ കോഴ്സുകളുടെ ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം കൾച്ചർ മാറി വരാണ് അല്ലേ, സ്റ്റൈലിന്റെ പുറകെയാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് കോഴ്സുകളുണ്ട്. അപ്പോൾ പുറം രാജ്യങ്ങളിൽ പഠിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടും നമുക്ക്. അപ്പോൾ ഏത് കോഴ്സ് എടുത്താലും നമുക്ക് എന്താണോ, നമ്മുടെ അഭിരുചി എന്താണോ അതിനനുസരിച്ചുള്ള കോഴ്സ് എടുക്കുക എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാവരും നഴ്സിംഗിന് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. അതെ, അങ്ങനെയല്ല, നഴ്സുമാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയല്ല. ഏതിപ്പോൾ എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫിനാൻസ് സെക്ടറിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയൻസ്, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കരിയർ സെറ്റ് ആക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ എടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നൊരു ഏറ്റവും ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. പുറത്ത് പഠിക്കാൻ പോണെങ്കിൽ നമ്മൾ കുറേ പൈസ വേണം കയ്യിൽ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ആക്ച്വലി കുറച്ചൊക്കെ സത്യമാണ്, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഓവർ എക്സാജറേഷൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പുറത്ത് പഠിക്കാൻ പോണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സർട്ടൻ എക്സ്പെൻസ് എന്തായാലും നമുക്ക് വേണം. ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്തായാലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചേ പറ്റുന്നല്ല പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല. പക്ഷെ ലൈക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു മൂഡായിരുന്നു, ഇപ്പോഴും കുറെ പേരെല്ലാം കാണുന്ന ഒരു സംഭവമാണ്, കുറെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പൈസക്കാർക്ക് മാത്രമേ പുറത്ത് പോയി പഠിക്കാൻ പറ്റുള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോബ്ലം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസ് കുറെ എന്തൊക്കെ ലൈക്ക് ഈ ഫോർ എക്സാമ്പിൾ ഈ സ്കോളർഷിപ്സുകളൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഓരോ കോഴ്സിന് വരുന്ന സ്കോളർഷിപ്സുകളൊക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അപ് ടു എത്ര എമൗണ്ട് വരെ നമുക്കൊരു സ്കോളർഷിപ്പ് കിട്ടും? ഓക്കെ, അത് വളരെ ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോഴും ഉണ്ട് ആൾക്കാർക്ക് ഒരുപാട് പൈസ മുടക്കി പഠിക്കേണ്ടി വരുന്നുള്ളത്. നമുക്ക് ഓരോ രാജ്യങ്ങളിലും ഓരോ തരത്തിലാണ് അവരുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, യു കെ എടുക്കുക. ഇപ്പോൾ എല്ലാവരും യു കെ ഞാൻ പറയാൻ കാരണം എല്ലാവരും യു കെ ആണ് ട്രെൻഡിങ് ആയിട്ട് കണ്ടു വരുന്നത്. അപ്പോൾ യു കെയിൽ പൊതുവേ കുറച്ച് ഫീസ് കൂടുതലാണ്, പക്ഷേ അവിടെ ഒത്തിരി സ്കോളർഷിപ്സ് ആ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അകത്തും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായിട്ട് കുറേ സ്കോളർഷിപ്സ് ഉണ്ട്. ചില കോഴ്സുകളൊക്കെ ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും യു കെയിൽ. അതെ, പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് ചില കോഴ്സുകൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി യു കെയിലുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അറിയില്ല. ഇപ്പോൾ നഴ്സിംഗ് പോലത്തെ കോഴ്സുകൾക്കൊക്കെ ചില കേസുകൾ, ഇപ്പോൾ വെയിൽസ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ, യു കെയിലെ വെയിൽസിലൊക്കെ 100% ട്യൂഷൻ ഫീസ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാം. എന്നാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നില്ല, അതിന് കുറെ കണ്ടീഷൻസ് ക്രൈറ്റീരിയസ് ഉണ്ട്. കാരണം നമ്മുടെ മാർക്ക് അങ്ങനെയല്ല, അതിന് കുറച്ച് കണ്ടീഷൻ ക്രൈറ്റീരിയസ് ഉണ്ട്, അത് മീറ്റ് ചെയ്ത് നോക്കുകയാണ്. അല്ലാതെ മറ്റുള്ളവർ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഷ്യൂർഡ് ആയിട്ട് സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം സ്കോളർഷിപ്പ് 1 lakh ആണ്. അതിനും തുടങ്ങി ഒരു 5 lakh വരെ നമുക്ക് 5 lakh വരെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും കിട്ടുന്നുണ്ട്. അതിന് പുറമെ അഡീഷണൽ സ്കോളർഷിപ്സ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്യണം. നാട്ടിൽ തന്നെയാലും നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്കോളർഷിപ്സുകളുണ്ട്. നമുക്ക് അറിയാത്ത കുറേ സ്കോളർഷിപ്സുകളുണ്ട്. മൈനോറിറ്റി സ്കോളർഷിപ്സ്, അബ്ദുൽ കലാം മെമ്മോറിയൽ സ്കോളർഷിപ്പ്, കുറേ സ്കോളർഷിപ്സ് ഉണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്കോളർഷിപ്സ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ തന്നെ റിസർച്ച് എടുക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന ചില സ്കോളർഷിപ്സ് നമ്മുടെ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. അതോടെ ചെന്ന് കഴിഞ്ഞ് എൻറോൾ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന കേസുകളുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ ടൈപ്പാണ്. ഇനിയിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ സ്വീഡൻ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജർമ്മനി പറഞ്ഞു. ഓക്കെ, ജർമ്മനിയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് പബ്ലിക്കിൽ പഠിക്കണമെങ്കിൽ ഫ്രീ ആണ്. മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകണമെങ്കിൽ നമുക്ക് വേറെ ഫീസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പം ചെറിയ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരു വലിയ ലംസം എമൗണ്ടിലേക്ക് വരുന്നത് മേ ബി ഒരു 250 അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് ഉണ്ട്, മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. ആ മിനിമം ഒരു 50% അബോവ് മാർക്ക് ഉണ്ട് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ സാധിക്കും, ജർമ്മനിയിൽ പഠിക്കാം. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ നമുക്ക് 2 years പഠിക്കണം. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് 1.5 years സ്റ്റേ ബാക്ക് ജർമ്മനിയിൽ. അപ്പോൾ ട്യൂഷൻ ഫീസ് കുറവല്ലേ? കുറവാണ്. പഠിക്കുകയും ചെയ്യും. ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ. ഓസ്ട്രിയ കേട്ടുള്ള രാജ്യമാണ് ഓസ്ട്രിയ. ഇതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ, ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് കൺട്രിയാണ് ഓസ്ട്രിയ. പിന്നെ നേരത്തെ പറഞ്ഞുള്ള യു കെ മാത്രമല്ല, അയർലൻഡിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലൊക്കെ സ്കോളർഷിപ്സ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തി ചെയ്യുന്നില്ല. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺസേൺ ആണ്. ഭയങ്കരമായ പൈസ മുടക്കിയ പഠിക്കുന്ന ഇത്രയും എമൗണ്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഞങ്ങളെ പോലത്തുള്ള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസീസ് നല്ലോണം നമ്മൾ ഒത്തിരി കുട്ടികളെ സപ്പോർട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ പിന്നെ എപ്പോഴും ഒരു സ്റ്റഡി അബ്രോഡ് പ്ലാൻ ചെയ്യുമ്പോൾ ആരായാലും നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എപ്പോഴും
നമുക്ക് മനസ്സിലുണ്ടാവണം. എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഒരു ബേർഡനായിട്ട് മാറരുത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു വലിയൊരു കോഴ്സ് പഠിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടപ്പെട്ട കോഴ്സാണ് പൈലറ്റ് ട്രെയിനിങ് കോഴ്സ്, നാട്ടിൽ ഏവിയേഷൻ പൈലറ്റ് ട്രെയിനിങ്. പക്ഷെ എല്ലാവർക്കും പൈലറ്റ് ആവാൻ പറ്റില്ല, കാരണം അതിന് സാമ്പത്തികമായിട്ട് വളരെ അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യും. നമുക്ക് പാഷൻ ഉണ്ട്, പക്ഷെ നമ്മുടെ പാരൻസിനോ നമ്മുടെ ഫാമിലിക്ക് എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് ഒരു ബേർഡനായിട്ട് മാറും. അപ്പം നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു ഹയർ സ്റ്റഡീസ് അങ്ങനെ തന്നെയാണ്, സ്റ്റഡി അബ്രോഡ് എടുക്കുമ്പോഴും രാജ്യം ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് പറ്റുന്ന നമുക്ക് എടുത്താൽ അതന്നെ നമുക്ക് അതങ്ങനെ പറയാം. പക്ഷെ അതാ പറഞ്ഞേ, ഇനി അങ്ങനെ പറ്റില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട, കാരണം നമുക്ക് ഇങ്ങനത്തെ സ്കോളർഷിപ്സ് ഉള്ള കൺട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ശരിക്കും ഒരു നല്ലൊരു കൺസൾട്ടൻ്റ് അടുത്ത് പോയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് കിട്ടണം. നമുക്ക് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് സാറേ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, പക്ഷെ എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കാൻ ആഗ്രഹം, എന്നെ കൊണ്ട് പറ്റുമോ അതറിയണമെങ്കിൽ വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു കൺസൾട്ടൻ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് കുട്ടികൾ വരാറുണ്ട്, ഇതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾ ഒരുപാട് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വഴിയൊരുക്കണം. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു നല്ലൊരു കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിൽ എപ്പോഴും ഞങ്ങൾ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ടീമും അതിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്, കാരണം നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ആരെയും പറ്റിച്ചോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല, വളരെ കറക്റ്റായിട്ട് ജെന്യൂൻ ഇൻഫർമേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ആവുന്നതാണെങ്കിൽ അവരതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. അവരുടെ ഡ്രീമാണ്, എല്ലാവരും ഡ്രീമാണ് പുറത്തേക്ക് പഠിച്ച് നല്ല കരിയർ സെറ്റിൽ ചെയ്യുക. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫാമിലിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ എടുക്കുന്ന ഞങ്ങളുടെ ഒരു വാല്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ ഫാമിലി. കാരണം നമ്മുടെ ഫാമിലി നമുക്ക് വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ് പാരൻസ്. അപ്പം അവർക്കും നാളെ അവർ പൈസ കൊടുത്തിട്ട് പുറത്ത് പഠിക്കാൻ വേണ്ടി ആ ടോക്ക് വരരുത്. അപ്പം അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു കൺസൾട്ടൻ്റ് അടുത്ത് പോയിട്ട് ഡെഫിനറ്റ്ലി ജെറി എഡ്യൂക്കേഷനിലേക്ക് വരാൻ മോസ്റ്റ് വെൽക്കം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ കൗൺസിൽ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ കോഴ്സും കൺട്രീസും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഒരു മിത്ത് മാർക്കിട്ടില്ലേ, ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറില്ലേ, വളരെ ഒരുപാട് പൈസ മുടക്കുന്നുള്ള കൺഫ്യൂഷൻ മാറില്ല. കുറഞ്ഞ റേറ്റിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും കേട്ടോ.